V4 Explained പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 3 പകലും 3 രാത്രിയും ആ കടൽപ്പരപ്പിൽ അവർ ജീവന് വേണ്ടി പോരാടുകയായിരുന്നു. ഒരു വഞ്ചിയുടെ തുരുമ്പിച്ച കഷ്ണങ്ങളിൽ തൂങ്ങിക്കിടന്ന ആ 13 മനുഷ്യരുടെ ഉള്ളിൽ മരണഭയം മാത്രമാണുണ്ടായിരുന്നത്. ആ ബഹളത്തിനിടയിൽ കൂട്ടത്തിൽ ഒരാളെ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഇനി രക്ഷയില്ലെന്ന് കരുതിയ നിമിഷമാണ് മുന്നിൽ ആ അത്ഭുതം തെളിഞ്ഞത്. ഒരു ദ്വീപ്. അതോടെ അവരുടെ ഉള്ളിൽ ജീവന്റെ ഒരു പുതിയ മിന്നലാട്ടം ഉണ്ടായി. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ കരുത്തും സംഭരിച്ച് അവർ ആ തീരത്തേക്ക് നീന്തിക്കയറി. ഭാഗ്യം കൊണ്ട് മാത്രം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിലായിരുന്നു അവർ. എന്നാൽ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. കാട്ടിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ഒരു അലർച്ച കേട്ട് അവരെല്ലാവരും ഞെട്ടിത്തരിച്ചു. പക്ഷേ പെട്ടെന്നാണ് മുൻപ് കാണാതായ ടോം അവരുടെ മുന്നിലേക്ക് ഒരു വലിയ മുളങ്കുഴലുമായി വന്നത്. അതോടെയാണ് മനസ്സിലായത്, അവരെ പേടിപ്പിക്കാൻ ടോം ഒളിപ്പിച്ച ഒരു പണിയായിരുന്നു അത്. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ദ്വീപിൽ ജീവിക്കാൻ ആവശ്യമുള്ളവ കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ചു. ഭാഗത്തിന് കുടിക്കാൻ നല്ല തെളിഞ്ഞ വെള്ളവും തടാകത്തിൽ ഇഷ്ടം പോലെ മീനുകളും അവർക്ക് ലഭിച്ചു. ദിവസങ്ങൾക്ക് ശേഷം അവർ വയറു നിറയെ ഭക്ഷണം കഴിച്ച് ആ ദ്വീപിലെ തങ്ങളുടെ ആദ്യത്തെ രാത്രി സമാധാനത്തോടെ ഉറങ്ങി. എന്നാൽ അടുത്ത ദിവസം കാര്യങ്ങൾ മാറിമറിഞ്ഞു. കനത്ത മഴ പെയ്യാൻ തുടങ്ങിയതോടെ അവർക്ക് കാട്ടിലേക്ക് മാറേണ്ടി വന്നു. അവിടെ വെച്ച് അവർ ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ കുടിൽ കണ്ടെത്തി. പൊടിപിടിച്ച് കിടന്നിരുന്ന ആ കുടിലിൽ നിന്ന് മേരിക്ക് കുറെ ടിന്നിലടച്ച ഭക്ഷണ സാധനങ്ങൾ കിട്ടി. എല്ലാവരും വിശപ്പോടെ അത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ മാറ്റ് അവരെ തടഞ്ഞു. ഈ ദ്വീപിൽ എത്ര നാൾ കഴിയേണ്ടി വരുമെന്ന് അറിയില്ലെന്നും അതുകൊണ്ട് ഭക്ഷണം സൂക്ഷിച്ചുപയോഗിക്കണമെന്നും മാറ്റ് പറഞ്ഞു. എന്നാൽ ആരും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. നിരാശനായ മാറ്റ് അവിടെ നിന്നും മാറി നിന്നു. അതേസമയം ആ കുടിലിനുള്ളിൽ നിന്ന് അവർക്ക് കൃത്യം 12 ജോഡി വസ്ത്രങ്ങൾ കിട്ടി. മാറ്റിനുള്ള വസ്ത്രം മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. അതൊരു യാദൃശ്ചികതയായി അത് തള്ളിക്കളഞ്ഞു. അടുത്ത ദിവസം ജിം എന്ന കുട്ടി അവിടെ നിന്നും കിട്ടിയ ഒരു പഴയ ഡയറിയിലെ ചിത്രങ്ങൾ ശ്രദ്ധിക്കുകയും അതിലൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കി മലമുകളിലേക്ക് ഓടുകയും ചെയ്തു. അവനെ തിരഞ്ഞുപോയ കൂട്ടർ മലമുകളിൽ 2 ശവകുടീരങ്ങൾ കണ്ട് ഭയന്നുപോയി. ഒടുവിൽ ബോധരഹിതനായി നിലയിൽ ജിമ്മിനെ അവർ കണ്ടെത്തി. ജിമ്മിന് ആരോ അപകടം വരുത്തിയതാണെന്ന് നിക്ക് സംശയിച്ചു. തുടർന്ന് അവിടെ ജീവിക്കാനും രക്ഷപ്പെടാനുള്ള പദ്ധതികൾ മാറ്റ് എല്ലാവർക്കുമായി പങ്കുവച്ചു. ആണുങ്ങൾ വഞ്ചിയുണ്ടാക്കാനും കുടിൽ നന്നാക്കാനും തുടങ്ങിയപ്പോൾ പെണ്ണുങ്ങൾ വൃത്തിയാക്കൽ ജോലി ഏറ്റെടുത്തു. അതിനിടയിൽ ജിമ്മിന് ഒരു ആടിനെയും കിട്ടി. അങ്ങനെ അവരുടെ ജീവിതം ഒരു പരിധിവരെ ശാന്തമായി മുന്നോട്ടു പോയി. എന്നാൽ അടുത്ത ദിവസം കാട്ടിൽ വെച്ച് മൈക്ക് അബോധാവസ്ഥയിൽ വീണുകിടക്കുന്നത് മാറ്റ് കണ്ടു. ഈ ദ്വീപിൽ തങ്ങളല്ലാതെ മറ്റാരോ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് മാറ്റ് സംശയിച്ചെങ്കിലും ടോം അത് വിശ്വസിച്ചില്ല. അതിനിടയിൽ അവർ രക്ഷപ്പെടാനായി ഉണ്ടാക്കിയ വഞ്ചി കടലിൽ വെച്ച് തകർന്നുപോയി. നിരാശയോടെ മടങ്ങുകയായിരുന്ന ജാക്കിന് നേരെ കാട്ടിൽ ഒളിച്ചിരുന്ന ഒരു മുഖംമൂടിധാരി കത്തിയെറിഞ്ഞു. തന്നെ ആക്രമിക്കാൻ വന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് ടോം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ജാക്ക് ആ മുഖംമൂടിധാരിയെ പിന്തുടർന്ന് കാട്ടിലേക്ക് പോഞ്ഞു.